SIയെ മർദ്ദിച്ചു എന്ന് പരാതി. CPM ലോക്കൽ സെക്രട്ടറിക്കെതിരെ കേസ്. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ബീഹാറിലും ബോംബെയിലൊക്കെയാണ് കേട്ടു വളർന്നത്. വാർത്തകളിലൂടെ മാത്രം കേട്ടു വളർന്ന ഇത്തരം വാർത്തകൾ, ഈ ഒരു കാര്യങ്ങൾ മലയാളിക്ക് ഇപ്പം നേരിട്ട് കാണാൻ പറ്റിയ സുലഭ നിമിഷമാണ്. അത് ഈ പറയുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന നമ്മളുടെ കേരളത്തിൽ മാത്രമേ അത്രയും കാണാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മാറുന്നൊരു ലല്ലു പ്രസാദ് ആയിട്ട് വേണമെങ്കിൽ മാറും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏകദേശം ആ രീതിയിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഇനി പഴയ ബോംബെ തന്നെ വെല്ലുന്ന രീതിയിലേക്ക് ഉള്ള അധോലോക നായകന്മാർ വീണ്ടും CPMനകത്ത് ഊരിത്തിരിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. നീതി നടപ്പാക്കാൻ, നിയമം നടപ്പിലാക്കാൻ വേണ്ടി നിയമിച്ച ഉദ്യോഗസ്ഥനെ തല്ലിച്ചതച്ച് അതിന് അയാൾ കേസും കൊടുത്ത് കോടതി കയറി ഇറങ്ങണം. പിന്നെ സാധാരണക്കാരായ നമ്മളെ കാര്യം പറയണോ? റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കുന്ന സമയത്തായിരിക്കും തലയ്ക്ക് ചുറ്റിക്കൊണ്ട് അടിക്കുക, അല്ലെങ്കിൽ വടിവാളം കൊണ്ട് വെട്ടിക്കൊല്ലുക. അപ്പോൾ ഇത്തരം ഭരണ സംവിധാനങ്ങളുള്ള നാട്ടിൽ ജീവിക്കുന്ന സമയത്ത് നമ്മളൊക്കെ കുറച്ചും കൂടി കരുതലായിട്ട് ജീവിക്കണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? മനസ്സിലാക്ക്. കാരണം നമുക്കൊരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് പോവുക? നമ്മൾ പോലീസ് സ്റ്റേഷനിലാണ് പോവുക. അവിടെ ചെന്ന് പരാതിപ്പെടുകയാണ് ചെയ്യുക. അവിടെയും ചെന്നിട്ട് രക്ഷയില്ലെങ്കിൽ അവരവസ്ഥ ഇതാണ്. മനസ്സിലായില്ലേ? അവർക്ക് അടി കണ്ടിട്ട് അവർക്ക് നിവർത്തിയില്ല, അവരെവിടെ പോയി പറയുന്നു വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പിന്നെ പൊതുജനങ്ങൾ എവിടെ പോവും? ഇതാണ് ഭരിക്കുന്ന ആളുകളുടെ ഗുണം.